BJP ദേശീയ IT സെൽ മേധാവി സ്ഥാനത്ത് നിന്നും അമിത് മാളവിയെ ഒഴിവാക്കിയതോടെ BJP രാഷ്ട്രീയമായി പ്രതിസന്ധിയിലാണെന്ന് തെളിയുകയാണ്. കഴിഞ്ഞ 11 വർഷമായി BJPയുടെ ഓൺലൈൻ പ്രചാരണങ്ങളെ നയിച്ചിരുന്നത് മാളവിയാണ്. വെറുപ്പുളവാക്കുന്ന പ്രൊപ്പഗണ്ട ക്യാമ്പയിനുകളിലൂടെയും വ്യാജ വാർത്തകളിലൂടെയുമായിരുന്നു പല വിഷയങ്ങളെയും BJP പ്രതിരോധിച്ചിരുന്നത്. എന്നാൽ സമീപകാലത്ത് നടന്ന യുവജന പ്രക്ഷോഭങ്ങളിലും പരീക്ഷാ ചോർച്ചാ വിവാദങ്ങളിലും BJP IT സെൽ തകർന്നടിഞ്ഞതാണ് അമിത് മാളവിയയുടെ കസേര തെറിപ്പിച്ചത്. വിവരങ്ങളുമായി ഫെമിന ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെമിന, ഗുഡ് മോർണിംഗ്. ഫെമിന, ഈ പറഞ്ഞത് വളരെ വ്യക്തമായ കാര്യമാണ്. അമിത് മാളവിയയുടെ നേതൃത്വത്തിലുള്ള BJP IT സെല്ലാണ് അവരെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചിരുന്നത്. പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ആ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ അഴിച്ചുവിട്ടിരുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ CJP സമരത്തിൽ അതെല്ലാം പൊളിഞ്ഞു വീഴുകയായിരുന്നു. യുവാക്കളുടെ ഇടപെടലിന് മുൻപിൽ BJPയുടെ IT സെൽ ഒന്നുമല്ലാതായി പോകുന്നതും അവരുടെ പൊള്ളത്തരം പുറത്തു വരുന്നതും കണ്ടതാണ്. അതാണോ അമിത് മാളവിയയുടെ കസേര തെറിപ്പിച്ചത്? അതെ, തീർച്ചയായും BJPയുടെ ഒരു പുനഃസംഘടന പട്ടിക ഇന്നലെയാണ് പുറത്തു വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നോക്കിക്കാണുന്നത് ഈ അമിത് മാളവിയയുടെ കസേര തെറിച്ചത് തന്നെയാണ്. കഴിഞ്ഞ 11 വർഷമായിട്ട് BJPയുടെ IT സെല്ലിൻ്റെ ഹെഡ് അമിത് മാളവിയായിരുന്നു. എക്സിലൂടെയൊക്കെ ഇത്തരത്തിൽ BJP പ്രതിരോധത്തിലാകുന്ന സമയത്തെല്ലാം തന്നെ വിദ്വേഷ പ്രചരണങ്ങളിലൂടെയും അതുപോലെ തന്നെ പ്രൊപ്പഗണ്ട ക്യാമ്പയിനുകളിലെല്ലാം ഈ നേതൃത്വം വഹിച്ചത് ഈ അമിത് മാളവിയാണ്. BJPയുടെ IT സെൽ എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിൽ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുക, പ്രത്യേകിച്ച് BJP പ്രതിരോധത്തിലാകുന്ന സമയത്തിലെല്ലാം ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതുപോലെ തന്നെ ദളിത് മറ്റു വിഭാഗങ്ങൾക്കെതിരെയെല്ലാം ഇത്തരത്തിൽ വെറുപ്പുളവാക്കുന്ന തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്തുക. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് നമുക്കറിയാം BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമൂഹ മാധ്യമം എന്ന് പറയുന്നത് വാട്സപ്പ് ആയിരുന്നു. ഇത്തരത്തിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ നമ്മൾ കളിയാക്കി വിളിക്കാറുള്ള അത്തരത്തിൽ നുണപ്രചരണങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും പ്രചരിപ്പിക്കുന്നതിൽ BJP IT സെല്ല് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വിജയിച്ചിരുന്നു. ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഇമേജ് ഇത്തരത്തിൽ കെട്ടിപ്പടുക്കുന്നതിനെല്ലാം കാരണമായത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രചരണങ്ങളായിരുന്നു. പക്ഷെ പല ഫേക്ക് ക്യാമ്പയിനുകളായിരുന്നു പലതും സംഘടിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഈ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ, പ്രത്യേകിച്ച് CJP പ്രതിഷേധത്തിലെല്ലാം BJPയുടെ IT സെല്ല് മുൻകാലങ്ങളിൽ ഇല്ലാത്ത തരത്തിൽ തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടിരുന്നത്. പ്രത്യേകിച്ച് BJPയുടെ ഒരു ക്യാമ്പയിനും സമൂഹത്തിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ, ജെൻസികൾക്കിടയിൽ ഒരു തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയാതെ പോകുന്ന ഒരു കാഴ്ച കണ്ടു. സമൂഹ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം പോലെയുള്ള ജെൻസി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാം പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ BJPക്ക് വേണ്ടത്ര സ്വാധീനം ഉണ്ടാക്കാൻ കഴിയാത്ത, അതായത് മന്ത്രിസഭയിലെ മന്ത്രിമാരോട് പറയേണ്ടി വന്നത് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കൂടുതൽ ഇടപെടണം എന്ന് പറയേണ്ടി വന്നത് ഈ അമിത് മാളവി അടക്കമുള്ളവരുടെ സോഷ്യൽ മീഡിയ സംഘം പരാജയപ്പെട്ടതുകൊണ്ടാണോ? ഒപ്പം ഒരു കാര്യം കൂടിയുണ്ട്, ചെറുപ്പക്കാർ ഒന്നങ്ങ് അറിഞ്ഞിറങ്ങിയപ്പോൾ BJPയുടെ IT സെല്ലിനുണ്ടായ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതെ, തീർച്ചയായും നമുക്കറിയാം ഈ യുവജന പ്രതിഷേധത്തിന് പിന്നാലെ, അല്ലെങ്കിൽ CJPയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം രാജ്യമെമ്പാടും അലയടിച്ച സമയത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നു. പ്രധാനമന്ത്രിക്കെതിരെ പോലും വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ആ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻസ്റ്റഗ്രാമിൽ ഇത്തരത്തിൽ റീലുകളിടുന്നു, തുടർച്ചയായ ദിവസങ്ങളിൽ റീലുകളിടുന്നു, വിദ്യാർത്ഥികളോട് താൻ മാപ്പ് നൽകി എന്നൊക്കെ പറയുന്ന തരത്തിൽ പ്രധാനമന്ത്രി ഒരു കോമാളിയാകുന്ന ഒരു കാഴ്ച തന്നെ നമ്മൾ കണ്ടു. ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വന്ന ഈ പ്രതിഷേധത്തെ പ്രതിരോധിക്കാൻ BJPയുടെ IT സെല്ല് പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ മന്ത്രിമാരോടും മറ്റ് നേതാക്കളോടും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് ആകണമെന്നൊക്കെ നിർദ്ദേശം നൽകിയത്. അതുമാത്രമല്ല, ഈ മെറ്റ പ്രതിനിധികളെ തന്നെ നേരിട്ട് കേന്ദ്ര IT മന്ത്രാലയം വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ CJP പ്രതിഷേധത്തിനൊക്കെ ലഭിക്കുന്ന ഇത്രയും വലിയ തരത്തിലുള്ള പ്രചരണം ലഭിച്ചു. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കണ്ടു.
ഇതിലൊക്കെ ഒരു അസ്വസ്ഥത കൊണ്ടുകൂടിയാണ് മെറ്റ പ്രതിനിധികളെ നേരിട്ട് കേന്ദ്രം വിളിച്ചു വരുത്തിയത്. മെറ്റയ്ക്കെതിരെ വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. അതായത് ഈ BJPയുടെ വിദ്വേഷ പ്രചരണങ്ങളെ വിദ്യാർത്ഥികൾ അടക്കമുള്ള യുവതലമുറ തള്ളിക്കളയുന്ന ഒരു കാഴ്ച കണ്ടു. മാത്രമല്ല ഈ CJP പ്രതിഷേധത്തിലെല്ലാം വിദ്യാർത്ഥികൾ മുൻപോട്ട് വെച്ച ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ എപ്പോഴൊക്കെ പ്രതിരോധത്തിലാകുന്നു അപ്പോഴെല്ലാം ഈ മുസ്ലിം ഹിന്ദു രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ മുസ്ലിം ഹിന്ദു എന്ന് പറയുന്ന ഒരു സമവാക്യമാണ് ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. വിദ്യാർത്ഥികളെ വിഭജിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളെ വിഭജിക്കാനായിട്ട് ഈ ഹിന്ദു മുസ്ലിം എന്ന തരത്തിലുള്ള ഒരു വിദ്വേഷ ക്യാമ്പയിനായിരുന്നു BJP എല്ലാ കാലത്തും കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നത്. അല്ലെങ്കിൽ തീവ്രവാദികൾ എന്ന് വിളിക്കുക, ആന്റി നാഷണൽ എന്ന് മുദ്ര കുത്തുക. അങ്ങനെ BJPയുടെ ഈ ചാപ്പകളെല്ലാം അല്ലെങ്കിൽ പൊളിയുന്ന ഒരു കാഴ്ച കണ്ടു. ഈ വിഭജിക്കാനുള്ള ശ്രമമെല്ലാം ഇത്തരത്തിൽ പൊളിയുന്ന ഒരു കാഴ്ച ഈ CJP പ്രതിഷേധത്തിനിടയിൽ കണ്ടു. അങ്ങനെ ഈ IT സെല്ലിൻ്റെ എല്ലാ പ്രചരണ തന്ത്രങ്ങളും പൊളിയുന്ന BJP രാഷ്ട്രീയമായി തന്നെ വലിയ പ്രതിരോധത്തിലായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അമിത് മാളവിയുടെ കസാര ഇപ്പോൾ തെറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 11 വർഷമായി BJP IT സെല്ലിന് നേതൃത്വം കൊടുത്ത വിദേശ പ്രചരണങ്ങളിലൂടെ വെറുപ്പുളവാക്കുന്ന പ്രൊപ്പഗണ്ട ക്യാമ്പയിനുകളിലൂടെ BJP IT സെല്ലിനെ നിയന്ത്രിച്ച അമിത് മാളവിയാണ് ഇപ്പോൾ തെറിച്ചിരിക്കുന്നത്. പകരം CJP സമരം കൊണ്ടുണ്ടായ വലിയ ഇമ്പാക്റ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ധർമ്മേന്ദ്ര പ്രധാന മന്ത്രിപ്പണി പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ അമിത് മാളവിയ BJPയുടെ IT സെൽ സ്ഥാനത്തിന്റെ മേധാവി സ്ഥാനത്ത് നിന്നും തെറിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പറയുന്ന CJPയുടെയും ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെയും വലിയ സമരം നമ്മൾ കണ്ടതാണല്ലോ. ചരിത്ര സമരമായിരുന്നു. ചരിത്ര വിജയം അവിടെ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്നു. കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു പോകുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോഴും NDA എന്ന് പറയുന്ന ദേശീയ പരീക്ഷാ ഏജൻസി അവരുടെ കെടുകാര്യസ്ഥത തുടരുന്നു എന്നതാണ് ഇനിയും നമ്മുടെ മുൻപിലുള്ള ഗൗരവതരമായ പ്രശ്നമെന്ന് പറയുന്നത്. നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ടാണല്ലോ വലിയ വിദ്യാർത്ഥി സമരം ജന്തർ മന്ദറിൽ നടന്നത്. നീറ്റ് പുനഃപരീക്ഷയ്ക്ക് ശേഷം നെറ്റ് പരീക്ഷയിലും അതേ പാളിച്ചകൾ ആവർത്തിക്കപ്പെടുന്നു. ചോദ്യങ്ങളിൽ വലിയ പിഴവുകൾ സംഭവിക്കുന്നു. ഒടുവിൽ എന്താണ് നടക്കുന്നത്? വീണ്ടും പരീക്ഷ നടത്താൻ വേണ്ടി പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന്. പഠിച്ച് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി ഒരു തവണ എഴുതി റിസൾട്ടിന് കാത്തിരിക്കുകയാണ്. റിസൾട്ട് വരുമ്പോൾ പറയുകയാണ് ഈ പരീക്ഷ നടത്തുന്ന ഏജൻസി ഈ റിസൾട്ട് ശരിയല്ല, അല്ലെങ്കിൽ ഈ പരീക്ഷ ശരിയായിരുന്നില്ല, നമുക്ക് വീണ്ടും പരീക്ഷ നടത്തണമെന്ന്. ആരുടെ പിഴവുകൾ മൂലമാണ്? ഈ വിദ്യാർത്ഥികളുടെ പിഴവുകൾ മൂലമല്ല. ഈ പറയുന്ന പരീക്ഷ നടത്തിപ്പിന്റെ ചുമതലയുള്ള ദേശീയ പരീക്ഷാ ഏജൻസിയുടെ പിഴവുകൾ മൂലമാണ് വീണ്ടും പരീക്ഷകൾ നടത്തേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അങ്ങനെ ഒരു ഏറ്റവും മോശപ്പെട്ട പരീക്ഷാ നടത്തിപ്പ് ഏജൻസിയെ കേന്ദ്ര സർക്കാർ വീണ്ടും പൊതിഞ്ഞു കൊണ്ടുപോകുന്നത് പോലെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? വിദ്യാർത്ഥികളെ ഇത്രയധികം കഷ്ടപ്പെടുത്തുന്ന ഒരു പരീക്ഷാ സംവിധാനത്തോട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ അമിത താല്പര്യത്തിന് കാരണം എന്താണ്? ആ ഏജൻസിയിൽ അടിമുടി ക്രമക്കേടാണ് നടക്കുന്നതെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ അന്വേഷണ ഏജൻസിയായ CBI കുറ്റപത്രം നൽകിയിട്ടുണ്ട്. എന്നിട്ടും എന്തിനു വേണ്ടിയാണ് ഈ NDA എന്ന് പറയുന്ന പരീക്ഷാ ഏജൻസിയെ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നത്? ഈ ചോദ്യം ഉന്നയിക്കുന്നത് ഞാനോ ഈ നാട്ടിലെ മറ്റു മാധ്യമങ്ങളോ അല്ല, ഈ നാട്ടിലെ വിദ്യാർത്ഥികളാണ്. ഈ പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുമ്പോൾ വീണ്ടും പുനഃപരീക്ഷ എഴുതണം നിങ്ങൾ എന്ന് കേൾക്കേണ്ടി വരുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് വീണു പോകുന്ന വിദ്യാർത്ഥികളെ നമുക്കറിയാം. ആത്മഹത്യയിലേക്ക് പോയിരുന്നു 23 കുട്ടികൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട്. ഇനി നെറ്റിൻ്റെ പുനഃപരീക്ഷയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ആരും ജീവനൊടുക്കാതിരിക്കട്ടെ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണ് ഇനി എപ്പോൾ തുറക്കും? വളരെ ദയനീയമാണ് രാജ്യത്തെ പൊതുപ്രവേശന പരീക്ഷയുടെ അവസ്ഥയെന്ന് പറയുന്നത്.